ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ടൊരു എസ്തെറ്റിക് ഫ്ലവർ ലാമ്പ് ഉണ്ടാക്കിയാലോ. ഈ ഒരു ലാമ്പ് രാവിലെയും രാത്രിയും ഒക്കെ കാണാൻ വേറെ വേറെ ഭംഗി തന്നെയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പൈപ്പ് ക്ലീനേഴ്സ് എടുക്കാം. ആദ്യം നമ്മൾ ബ്ലൂ കളറിലുള്ളൊരു ബിഗ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 4 പൈപ്പ് ക്ലീനേഴ്സ് എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി അതിൽ നിന്ന് ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അത് അതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം പൈപ്പ് ക്ലീനറിൻ്റെ എല്ലാ ഭാഗങ്ങളും താഴേക്ക് കൊണ്ടുവന്ന് ഒരു പെറ്റൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. താഴെയും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, പിന്നെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി പെറ്റലിൻ്റെ ടിപ്പ് പോർഷൻ നമ്മളിപ്പം മടക്കിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിലുള്ള 6 പെറ്റൽസ് കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പെൻസിൽ എടുക്കുക. ഇനി ഒരു പൈപ്പ് ക്ലീനർ അതിലേക്കിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതായത് 4 പ്രാവശ്യം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം. ഇനി പെൻസിലിൽ നിന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ പെറ്റൽസ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഓരോ പെറ്റൽസും ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഫ്ലവർ ഒരു പൈപ്പ് ക്ലീനർ തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. ഒരു പൈപ്പ് ക്ലീനർ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് നമ്മൾ വൈറ്റ് കളർ ചെറിയ തെർമോക്കോൾ ബോൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ബീഡ്സ് ഉള്ളവർ അത് വെച്ച് കൊടുത്താലും മതി. ഒരേ സൈസിലുള്ള 30 ഫ്ലവേഴ്സോളം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല കട്ടിയുള്ള ഒരു ക്രാഫ്റ്റ് വയർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്ത ഫ്ലവേഴ്സ് എല്ലാം ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു വലിയ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച് ബ്ലൂ കളറിലുള്ള പെറ്റൽസ് ഇതിന് ചുറ്റുമായിട്ട് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കുക. ക്രാഫ്റ്റ് വയർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള വയർ തന്നെ നോക്കി സെലക്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ബാലൻസ് താങ്ങാൻ പറ്റാതെ അത് നമ്മൾ ഉദ്ദേശിച്ച ഭംഗിയിൽ കിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു ഫ്ലവർ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രാഫ്റ്റ് വയർ, അതായത് സ്റ്റെം പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ ഉള്ളവർ അത് വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അത്രയധികം ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് അതിന് മുകളിലൂടെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഫുൾ പോർഷൻ വീഡിയോയിൽ കൊള്ളാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി ആ സിൽവർ പോർഷൻ കാണാത്ത മാതിരി ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് ഫുൾ സ്റ്റെമ്മും കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ഭാഗം സെറ്റ് ചെയ്യുന്നതിനായിട്ട് യെല്ലോ പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമ്മളിവിടെ 2 പൈപ്പ് ക്ലീനറാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാ പീസസും ചേർത്ത് വെച്ച് അതിൻ്റെ താഴെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഗ്രീൻ കളറിലുള്ള 5 പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്നൊരു പൈപ്പ് ക്ലീനർ എടുത്ത് അതിൻ്റെ ടോപ്പ് പോർഷൻ ചെറുതായിട്ടൊന്ന് വളച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം ഇതിന് മുകളിലൂടെയായിട്ട് ടോപ്പ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇതേപോലത്തെ 10 ലീവ്സോളം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്തെടുത്ത എല്ലാ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ഒന്ന് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
അതിനായിട്ട് ആദ്യം ലീവ്സ് അവിടെ ഇവിടേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് പോലെ ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഔട്ടോ കിട്ടിയിട്ടുണ്ടാവുക. ഇനി ചെയ്യേണ്ടത് തിന്നായിട്ടുള്ളൊരു ക്രാഫ്റ്റ് വയർ എടുക്കുക. എന്നിട്ട് അത് ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റെമ്മിലേക്കായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ലീവ്സ് അതിന്മേലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ലാമ്പ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ലാമ്പ് ആകുമ്പോൾ ലൈറ്റ് വേണമല്ലോ. അതിനായിട്ട് വാം ലൈറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലാമ്പ് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ്സുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.